നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യൻ ഓഹരി വിപണികളിൽ വലിയ തോതിലുള്ള ഒരു അസ്ഥിരതയും ജാഗ്രതയും പ്രകടമാണ്. ഏപ്രിൽ 1-ന് വിപണിയിൽ നേരിയ മുന്നേറ്റമുണ്ടായെങ്കിലും ഏപ്രിൽ 2-ന് വിപണി കുത്തനെ ഇടിഞ്ഞു. എന്നിരുന്നാലും വ്യാപാരത്തിന്റെ അവസാന ഘട്ടത്തിലുണ്ടായ തിരിച്ചുവരവ് സൂചികകളെ നഷ്ടം നികത്തി നേരിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഈ തിരിച്ചുവരവ് വിപണിയുടെ കരുത്തിനപ്പുറം താഴ്ന്ന വിലയിൽ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ കാണിച്ച താൽപര്യം മാത്രമാണ്. താഴ്ന്ന നിലവാരത്തിൽ നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന നിലവാരത്തിൽ ആ നേട്ടം നിലനിർത്താൻ വിപണി പാടുപെടുന്നത് നിക്ഷേപകർക്കിടയിൽ വ്യക്തമായ ആത്മവിശ്വാസക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. നേരിയ തിരിച്ചുവരവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും വിപണിയുടെ പൊതുവായ ഘടന ദുർബലമായി തുടരുന്നുണ്ട്. ആഗോള അനിശ്ചിതത്വങ്ങൾ, ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ്, വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ പിൻവാങ്ങൽ എന്നിവ വിപണിയുടെ വികാരത്തെ പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുന്നത്. വിപണിയിൽ വലിയ ഇടിവ് പ്രകടമല്ലെങ്കിലും സുസ്ഥിരമായ ഒരു മുന്നേറ്റത്തിനുള്ള സാഹചര്യമില്ല. ഇതൊരു താൽക്കാലികമായ അനിശ്ചിതത്വം നിറഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വൻതോതിൽ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട്. ഏകദേശം 29,400 കോടി രൂപയുടെ ഓഹരികളാണ് അവർ വിറ്റൊഴിഞ്ഞത്. അതേസമയം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഏകദേശം 29,250 കോടി രൂപയുടെ നിക്ഷേപം നടത്തി വിപണിയെ താങ്ങി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആഭ്യന്തര നിക്ഷേപകരുടെ പിന്തുണ വിപണിയുടെ വലിയ തകർച്ച ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും ട്രെൻഡ് മാറ്റാൻ അത് പര്യാപ്തമായിട്ടില്ല. വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കൽ തുടരുന്നിടത്തോളം വിപണിയുടെ കുതിപ്പിന് തടസ്സമുണ്ടായിരിക്കും. വരുന്ന ആഴ്ചയിലും വിപണിയിൽ അസ്ഥിരത തുടരാൻ തന്നെയാണ് സാധ്യത. ഗ്ലോബൽ മാക്രോ ഡാറ്റയിൽ US വിപണിയിൽ നിന്നുള്ള നിർണായക റിപ്പോർട്ടുകളാണ് മുൻപന്തിയിൽ ശ്രദ്ധിക്കേണ്ടത്. ഏപ്രിൽ 6 തിങ്കളാഴ്ച ISM നോൺ മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ പുറത്തുവരുന്നത് വിപണി നിരീക്ഷിക്കും. ഏപ്രിൽ 8 ബുധനാഴ്ച പുറത്തുവരുന്ന US ഫെഡറൽ റിസർവിന്റെ FOMC മീറ്റിംഗ് മിനിറ്റ്സ് ആണ് വിപണി ഏറ്റവും ഉറ്റുനോക്കുന്നത്. പലിശ നിരക്കുകളെ സംബന്ധിച്ച കേന്ദ്ര ബാങ്കിന്റെ ഭാവി നിലപാടുകൾ ഇതിലൂടെ വ്യക്തമാകും. ഏപ്രിൽ 9 വ്യാഴാഴ്ച US സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള ദിവസമാണ്. അന്നേ ദിവസം 4-ാം പാദത്തിലെ GDP കണക്കുകളും പണപ്പെരുപ്പത്തിന്റെ പ്രധാന സൂചകമായ കോർ PC പ്രൈസ് ഇൻഡെക്സും പ്രസിദ്ധീകരിക്കും. ആഴ്ചാവസാനമായ ഏപ്രിൽ 10 വെള്ളിയാഴ്ച പുറത്തുവരുന്ന US ഉപഭോക്തൃ പണപ്പെരുപ്പ കണക്കുകൾ ആഗോള വിപണികളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വാർഷിക പണപ്പെരുപ്പ നിരക്ക് 3.4% ഉയരുമെന്ന പ്രവചനം നിക്ഷേപകർക്കിടയിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവ കൂടാതെ തൊഴിലില്ലായ്മ നിരക്ക് സൂചിപ്പിക്കുന്ന ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡറുകൾ എന്നിവയും വിപണിയുടെ ഗതിയെ സ്വാധീനിച്ചേക്കാം. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏപ്രിൽ 8 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പ്രഖ്യാപിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് തീരുമാനം തന്നെയാണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ 5.25% തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധരുടെ പൊതുവായ കണക്കുകൂട്ടൽ. പണപ്പെരുപ്പവും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്താൻ റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന നിലപാട് വിപണിയുടെ ഗതി നിശ്ചയിക്കും. ഇതേ ദിവസം തന്നെ റിവേഴ്സ് റിപ്പോ നിരക്കും രാജ്യത്തെ മൊത്തം പണം ലഭ്യത വ്യക്തമാക്കുന്ന M3 മണി സപ്ലൈ കണക്കുകളും പുറത്തുവരും. RBI യോഗത്തിന് മുന്നോടിയായി ഏപ്രിൽ 6 തിങ്കളാഴ്ച പുറത്തുവരുന്ന HSBC മാനുഫാക്ചറിംഗ് സർവീസസ് PMI ഡാറ്റകൾ രാജ്യത്തെ വ്യവസായ സേവന മേഖലകളുടെ കരുത്ത് വ്യക്തമാക്കും. ആഴ്ചാവസാനമായ ഏപ്രിൽ 10 വെള്ളിയാഴ്ച പുറത്തുവരുന്ന ബാങ്ക് വായ്പ വളർച്ചാ നിരക്കും നിക്ഷേപ വളർച്ചാ നിരക്കും ബാങ്കിംഗ് മേഖലയുടെ ആരോഗ്യത്തെ സൂചിപ്പിക്കും. കൂടാതെ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ അളവുകോലായ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ കണക്കുകളും അന്ന് പ്രഖ്യാപിക്കും. ചുരുക്കത്തിൽ RBIയുടെ പണനയ പ്രഖ്യാപനവും മറ്റ് മാക്രോ ഡാറ്റകളും വരും ദിവസങ്ങളിൽ ഓഹരി വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കോർപ്പറേറ്റ് തലത്തിൽ കമ്പനികൾ 4-ാം പാദ സാമ്പത്തിക ഫലപ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഏപ്രിൽ 9-ന് ഫലം പ്രഖ്യാപിക്കുന്ന IT ഭീമനായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. ഇതേ ദിവസം തന്നെ ആനന്ദ് റാത്തി വെൽത്ത്, GM ബ്രൂവറീസ് എന്നിവരും തങ്ങളുടെ പ്രവർത്തന ഫലം പുറത്തുവിടും. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ചെറുകിട കമ്പനികളുടെ സാമ്പത്തിക ഫലങ്ങളും വിപണിയിലെത്തുന്നുണ്ട്. ഏപ്രിൽ 6-ന് സമീറ അഗ്രോ ആൻഡ് ഇൻഫ്ര, സ്റ്റെർലിംഗ് പവർ ജെൻസിസ്, ഗ്ലോബ് കൊമേഴ്ഷ്യൽസ് എന്നിവരുടെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഏപ്രിൽ 7-ന് അൽക്ക ഇന്ത്യയുടെ റിപ്പോർട്ടും പുറത്തുവരും. TCS പോലുള്ള വൻകിട കമ്പനികളുടെ ഫലങ്ങൾ IT മേഖലയുടെയും വിപണിയുടെയും പൊതുവായ ചലനങ്ങളെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ വിപണിയുടെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾക്ക് പുറമെ ഈ ഡാറ്റകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കിയാൽ എൻറിച്ച് മണിയുടെ CEO പൊന്മുടിയാർ പറയുന്നത് നിഫ്റ്റി നിലവിൽ 22,700 നിലവാരത്തിൽ സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കറക്റ്റീവ് ബയാസ് സൂചനയാണ് നൽകുന്നത് എന്നാണ്. 22,300 താഴേക്ക് പോയാൽ വിൽപ്പനാ സമ്മർദ്ദം വർദ്ധിക്കുകയും സൂചിക 22,000, 21,800 നിലവാരത്തിലേക്ക് താഴുകയും ചെയ്തേക്കാം.
മുകളിൽ 22,800, 23,000 നിലവാരത്തിൽ റെസിസ്റ്റൻസ് തുടരുന്നുണ്ട്. 23,200, 23,500 നിലവാരത്തിന് മുകളിൽ എത്തുമ്പോൾ മാത്രമാണ് വിപണിയിൽ യഥാർത്ഥ തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേസമയം മറ്റ് മേഖലകളെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും വിപണിയെ നയിക്കാൻ പ്രാപ്തമായിട്ടില്ല എന്ന് കാണാം. 51,500 നിലവാരത്തിലാണ് സൂചിക വ്യാപാരം നടത്തുന്നത്. 51,000 താഴേക്ക് പോയാൽ 50,000 നിലവാരത്തിലേക്ക് സൂചിക വീണ്ടും ഇടിഞ്ഞേക്കാം. മുകളിലേക്ക് 52,000, 52,500 നിലവാരം പ്രതിരോധമായി പ്രവർത്തിക്കും. 53,000, 53,300 നിലവാരം മറികടക്കുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. സെൻസെക്സിനെ സംബന്ധിച്ച് 73,300 നിലവാരത്തിൽ സ്ഥിരത കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഘടന വളരെ ദുർബലമായാണ് തുടരുന്നത്. 73,800, 74,000 നിലവാരത്തിൽ റെസിസ്റ്റൻസ് ഉണ്ട്. വിപണിയുടെ ആത്മവിശ്വാസം ഉയരണമെങ്കിൽ 75,000 നിലവാരത്തിന് മുകളിൽ വ്യാപാരം നടക്കേണ്ടതുണ്ട്. 72,000 നിലവാരം തകർന്നാൽ സൂചിക 71,500, 71,000 നിലവാരത്തിലേക്ക് താഴാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ വിപണി നിലവിൽ തികച്ചും അസ്ഥിരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിലെ ചെറിയ മുന്നേറ്റങ്ങൾ ഒരു ട്രെൻഡ് മാറ്റത്തിന്റെ സൂചനയായി കാണരുത്. ക്രൂഡ് ഓയിൽ വില കുറയുക, ആഗോള രാഷ്ട്രീയ സാഹചര്യം ശാന്തമാവുക, വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കൽ അവസാനിക്കുക എന്നിവയുണ്ടായാൽ മാത്രമാണ് വിപണിയിൽ സുസ്ഥിരമായ മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതുവരെ നിക്ഷേപകർ അച്ചടക്കത്തോടെയും റിസ്ക് മാനേജ്മെന്റ് പാലിച്ചും നീങ്ങുന്നതാണ് ഉചിതം. ലാഭത്തേക്കാൾ മൂലധന സംരക്ഷണത്തിന് മുൻഗണന നൽകുക.